പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ആരാണ് ഹിന്ദു എന്നതാണ്. ഉപ്പ് രസമുള്ള വെള്ളം നിറഞ്ഞ സമുദ്രത്തിൻ്റെ ഉള്ളിലുള്ള ഭൂമിയാണ് ഭാരതം. ഇന്നത്തെ ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പോലുള്ള മറ്റ് ചില്ലറ രാജ്യങ്ങൾ അടങ്ങിയതാണ് ആദ്യ ഭാരതം. അതിന് ജംബുദ്വീപം എന്നായിരുന്നു ആ കാലഘട്ടത്തിലെ പേര്. കാലാന്തരത്തിൽ അജനാഭം എന്ന് അറിയപ്പെട്ടു. ഭരത ചക്രവർത്തിയുടെ ഭരണ മികവിനാൽ പിന്നീടത് ഭാരതം എന്ന് പേരുണ്ടായി. ഭാരതത്തിൻ്റെ ആചാരത്തെയാണ് സനാതന ധർമ്മം എന്ന് പറയപ്പെടുന്നത്. അത് ശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇത് എന്ന് ഉണ്ടായി, ആരാൽ ഉണ്ടാക്കപ്പെട്ടു എന്നൊന്നും അറിയപ്പെടാത്തതിനാൽ സനാതനം എന്ന് പറയപ്പെടുന്നു. പിന്നീട് ഭാരതം പല രാജ്യങ്ങളായി അനവധി രാജാക്കന്മാരും ചക്രവർത്തിമാരും ഭരിച്ചുപോയി. അനവധി ഭാഷകൾ പിറന്നു, പല സംസ്കാരങ്ങളും രൂപം കൊണ്ടു. പാശ്ചാത്യർ ഭാരതത്തിൽ വ്യാപാരത്തിൻ്റെ പേരിൽ വരികയും ഇവിടെ താമസിക്കുകയും ഭരണ കേന്ദ്രങ്ങളിൽ ബന്ധം സ്ഥാപിക്കുകയും കാലാന്തരത്തിൽ ഭരണാധികാരികളുടെ കുടുംബങ്ങളിൽ തന്നെ വിഭാഗം ചെയ്യുകയും രാജ്യ ഭരണകർത്താക്കളാവുകയും അവരുടെ മതം സ്ഥാപിക്കുകയും ഭരണബലത്താൽ മതപരിവർത്തനം ചെയ്ത് മതത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. സമുദ്രത്തിൻ്റെ പുറത്ത് നിന്നും വന്നവരാണ് ക്രിസ്ത്യൻ, മുസ്ലിം മതങ്ങൾ. അതോടെ സ്വദേശത്തുള്ളവരും മതം സ്ഥാപിക്കാനായി. ബുദ്ധ, സിദ്ധ് അങ്ങനെ പല മതങ്ങളും ഉണ്ടായി. മതം എന്നാൽ അഭിപ്രായം എന്നതാണ്. ഒരു ദേശത്തെ ആചാര്യൻ, ഒരു കുലത്തിൻ്റെ പണ്ഡിതൻ, ഇങ്ങനെയുള്ളവർ ദേശത്തിൻ്റെയോ കുലത്തിൻ്റെയോ അഭിവൃദ്ധിക്കായി ഒരു ആചാരക്രമം രൂപീകരിക്കും. അതിനെ ദേശവാസികൾ, കുലശിഷ്യന്മാർ ആചരിച്ച് തുടങ്ങും. പിന്നീടത് മതമാകും. അങ്ങനെയാണ് മതങ്ങൾ ഉണ്ടാകുന്നത്. ഒരിക്കൽ പാർസികൾ എന്നൊരു വിഭാഗം ഭാരതത്തിൽ വന്നപ്പോൾ അവർ ഭാരതീയരെ സിന്ധു അഥവാ സമുദ്രക്കരയിൽ താമസിക്കുന്നവർ എന്ന് കരുതി സിന്ധുക്കൾ എന്ന് വിളിച്ചു. ഭാരതത്തിലെ ഒരു പണ്ഡിതൻ ഭാരതം പല രാജ്യങ്ങളായി വിഭജിച്ചപ്പോൾ ഉത്തരദേശത്ത് ഹിമവാനും അതിർ കാത്തു. ദക്ഷിണദേശം സിന്ധു സമുദ്രമായിരുന്നു. ഹിമവാന്റെ ഹീയും സിന്ധുവിൻ്റെ ഇന്ദുവും കൂട്ടി ഹിന്ദു എന്ന ശബ്ദമുണ്ടാക്കി. അങ്ങനെ ഭാരതീയർ ഹിന്ദുക്കളായി. ഇത് ഹിന്ദു മതമല്ലെന്ന് അറിയണം. ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ സനാതന ധർമ്മമാണ്, വ്യക്തിയില്ല. പല മതങ്ങൾ അറിയപ്പെട്ടതോടെ ഇതും ഒരു മതം എന്ന് അറിയപ്പെട്ടു എന്ന് മാത്രം. വർണ്ണ വ്യവസ്ഥ സങ്കരമായപ്പോൾ തൊഴിൽ അടിസ്ഥാനത്തിൽ ജാതികൾ നിലനിന്നിരുന്നു. തൊഴിൽ അറിയുമ്പോൾ ജാതി അറിയും.
ജനാധിപത്യ ഭരണ സംവിധാനം വന്നതോടെ തൊഴിലെല്ലാം ശങ്കരമായി. അപ്പോൾ ശബ്ദജാതി നിലവിൽ വന്നു. ആചാര അനുഷ്ഠാനങ്ങൾ ലോപിച്ചു. അതിന് കാരണം ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ പലതും ജനിച്ചു. ഒരു പാർട്ടിക്കാർക്ക് ആചാര അനുഷ്ഠാനങ്ങളോട് ആദരവും പാലനവും ഉള്ളപ്പോൾ അടുത്ത പാർട്ടിക്ക് ആചാര അനുഷ്ഠാനങ്ങൾ ഹറാമാണ്. അവരതിനെ എങ്ങനെ നശിപ്പിക്കാം എന്ന് സന്ദർഭം നോക്കി നശിപ്പിക്കുന്നു. മറ്റൊരു പാർട്ടി മതത്തെ പറഞ്ഞുകൊണ്ട് നിലനിൽക്കുന്നു. അടുത്തൊരു പാർട്ടി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ശങ്കരമാണ്. ആയതിനാൽ സനാതന മൂല്യങ്ങൾ അവിയലുപോലെ കുഴഞ്ഞു കിടക്കുന്നു. ആചാര അനുഷ്ഠാനങ്ങൾ ഉള്ളവരും അതിനെ വിശ്വസിക്കുന്നവരും ഹിന്ദുക്കൾ എന്നതിന് സംശയമില്ല. എന്നാൽ ആചാരങ്ങളെയും ആരാധനാ കേന്ദ്രങ്ങളെയും നശിപ്പിക്കാനായി ഹിന്ദു നാമധാരികളും അലങ്കാരമായി കുറിത്തൊടുന്നവരുമായ സർട്ടിഫിക്കറ്റിൽ ഹിന്ദുവാണെന്ന് ഞെളിയുന്ന നിരീശ്വരവാദികളായവർ ഭാരതാംബയുടെ ചോറും തിന്ന് ഭാരതത്തിൽ താമസമാക്കി ഭാരതത്തിലെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി തിന്നുകൊണ്ട് സ്വന്തം നാടിനെ നശിപ്പിക്കാനും അന്യരാജ്യത്തിന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന അധമന്മാരെ ഒരിക്കലും ഹിന്ദുവായി അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ ഉള്ളവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ രൗരവം എന്ന മഹാനരകത്തിൽ കിടന്ന് തപിക്കുകയും അവരെ ശപിക്കുകയും ചെയ്യുന്നു. ഹരി ഓം.